ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഐറ്റം നെയിം എഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തെ ഡാറ്റ റിമൂവ് ചെയ്യുന്ന സമയത്ത് സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഞാനൊരു ഫ്രൂട്ട്സ് നെയിം എൻട്രി ചെയ്ത സമയത്ത് സീരിയൽ നമ്പർ 5 എന്നുള്ളത് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്തു വന്നത് കാണാം. എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഓട്ടോമാറ്റിക് സീരിയൽ നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി സീരിയൽ നമ്പർ എൻട്രി വരേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു if ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ. ഐറ്റം നെയിം എൻട്രി വരേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു ഡബിൾ കോട്ട് കോമ ഡബിൾ കോട്ട് കോമ കൗണ്ട് എ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി F4 എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം കോളൻ. അതിനുശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഒരിക്കൽ കൂടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് 1 എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ശേഷം താഴേക്ക് ഞാൻ ഡ്രാഗ് ചെയ്തു. ഈ ഒരു ഭാഗത്ത് ഒരു ടെക്സ്റ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് വാല്യൂസ് അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. എക്സലിനെ കുറിച്ചുള്ള മലയാളം ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.